അതായത് സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയം, ശൈലിയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളുടെ എല്ലാ അടിസ്ഥാനം പിണറായി വിജയൻ സർക്കാരിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന വ്യക്തി പുലർത്തിയ ശൈലി എന്ന രീതിയിൽ തന്നെ അത് വിലയിരുത്തലിൽ വരണം. തുടർച്ചയായി വന്ന തെറ്റുകൾ. കിരൺ, ഒരു കാര്യം കൂടി, ഈ യഥാർത്ഥത്തിൽ കേരളം ഈ തെരഞ്ഞെടുപ്പും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമില്ലേ, അതായത് ഒരു സർക്കാരിനും 5 വർഷത്തിനപ്പുറം ആയുസ് കൊടുക്കാതിരിക്കുന്ന കേരളത്തിൻ്റെ പതിവ് ശൈലി. 2021 അതിന് മാറ്റമുണ്ടായെങ്കിൽ അന്നൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ്? കോവിഡ് പോലെയുള്ള ഒരു പ്രത്യേക സാഹചര്യം. ആ സാഹചര്യം മാറ്റി നിർത്തിയാൽ ഈ സർക്കാരും മാറണം എന്നത് കേരളത്തിൻ്റെ ഒരു പൊതു തരംഗത്തിൻ്റെ ഭാഗമായി കൂടി നമുക്ക് വിലയിരുത്തില്ലേ. പക്ഷേ ഇത്ര വലിയ തരംഗം ഉണ്ടായതിന് കാരണം നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ ഒരുപക്ഷെ പ്രകടിച്ചില്ല. ഈ സമരങ്ങളുടെ വളരെ പ്രധാനമാണ് സൈറ്റ്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് എവിടെയായാലും വളർച്ചയുണ്ടായിട്ടുള്ളത് ലോകത്തെവിടെയും സമരങ്ങളിലൂടെയാണ്. കേരളത്തിലെ ഇടതുപക്ഷവും സമരങ്ങളിലൂടെ തന്നെയാണ് വളർച്ചയുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സമരങ്ങൾ ആശാസമരത്തിൽ ആകെ എത്ര പേർ പങ്കെടുത്തു എന്നുള്ളതല്ല. ഒരു ആശാസമരം അവിടെ നടക്കുമ്പോൾ ആശാസമരത്തോട് സർക്കാർ സ്വീകരിച്ച നിലപാട്, ആരോഗ്യമന്ത്രി സ്വീകരിച്ച നിലപാട്, മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്, തൊട്ട് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് മുന്നിൽ 50 വാതിൽ തന്നെ അവർ സമരം നടത്തുകയാണ്. ആ സമരക്കാർ അവിടെ ഇരിക്കുമ്പോൾ അവരുമായി വേണ്ട തരത്തിൽ ചർച്ച നടത്താനോ അവരോട് അനുഭവപൂർവ്വമായ ഒരു പ്രതികരണം നടത്താനോ തയ്യാറാവാതെ സമരം നടത്തുന്നവർക്ക് പിന്നിൽ SUC എന്ന സംഘടനയാണ് എന്ന് പറയും. സമാനമായ രീതിയിലായിരുന്നു ബംഗാളിലെന്ന് ആലോചിക്കണം. ബംഗാളിലും നന്ദിഗ്രാമിലും സിന്ധു ഒക്കെ സമരം തുടങ്ങുന്ന സമയത്ത് അതിന് പിന്നിൽ SUCI ആണ് എന്ന തരത്തിൽ വലിയ ആക്ഷേപം ഉന്നയിക്കുകയും ആ SUCI ഒക്കെ മാറി പിന്നീട് അവിടെ മമത കടന്നു വരികയും മമത അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അവസാനം ബംഗാളിലെ ഇടതുഭരണം കടപുഴകി വീഴുകയും ഇപ്പോൾ ഒരു സീറ്റിനും പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന സാഹിത്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും പലരും ചൂണ്ടിക്കാണിച്ചെങ്കിൽ പോലും ആ സമരത്തോടക്കം എഴുത്ത നിലപാട്, പ്രത്യേകിച്ച് ആ സമരം നടക്കുന്ന സമയത്ത് തന്നെയാണ് PSC അംഗങ്ങളുടെ ശമ്പളം അത് ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവുമായിട്ടൊക്കെ വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും അടിസ്ഥാന വർഗം, പാവപ്പെട്ട തൊഴിലാളികൾ, അത് എത്ര കുറച്ച് ആളുകളായിക്കോട്ടെ, അവർ സമരവുമായി ഒരു രംഗത്ത് നിൽക്കുമ്പോൾ ആ സമരത്തോട് ധാർഷ്ട്യം നിറഞ്ഞ നിലപാട്, അല്ലെങ്കിൽ ആ സമരത്തെ പുച്ഛിച്ചു തള്ളുക, സമരക്കാരെ മോശക്കാരായി ചിത്രീകരിക്കുക, അതിനുശേഷം സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് വലിയ തോതിൽ ലക്ഷങ്ങളുടെ ശമ്പളം. ഈ ലക്ഷങ്ങളുടെ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മലയാളിയെ സംബന്ധിച്ച് ദഹിക്കുന്ന ഒന്നല്ല. PSC മെമ്പർക്ക് എന്തിനാണ് ഇത്രയധികം പണം കൊടുക്കുന്നത് എന്നൊക്കെ. അതിനെടുത്ത സമയം തന്നെ ഏറ്റവും തെറ്റായ ഒരു സമയമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റ് നഴ്സുമാരുടെ സമരം, അത്തരം സമരങ്ങളൊക്കെ വരുമ്പോൾ ഈ സമരങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ സമരങ്ങൾ ഇടതുപക്ഷം ഏറ്റെടുത്തുകൊണ്ട് വളർന്ന ഒരു സംഘടനയാണ്. അവിടെ ഈ സമരങ്ങളെല്ലാം എന്തിന് ഇപ്പോൾ ആലപ്പുഴയിൽ AD തോമസിൻ്റെ വിജയം പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയോട് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധമായി കരിങ്കൊടി കാണിക്കും. ഇതിലും എത്രയോ വലിയ കരിങ്കൊടി പ്രതിഷേധങ്ങൾ, ഇതിലും എത്രയോ വലിയ പ്രതിഷേധങ്ങൾ DYFIയും SFIയും CPMും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിലും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമരക്കാരെയൊക്കെ DYFIക്കാർ വന്ന് ആക്രമിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്നൊരു മുഖ്യമന്ത്രി പറയുകയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ നേരിട്ട് വന്ന് ഇറങ്ങി അവരെ അടിക്കുകയാണ്. അപ്പോൾ സമരക്കാരുടെ എല്ലാ കാലത്തും കേരളത്തിൻ്റെ ജനതയ്ക്ക് സമരം ചെയ്യുന്നവരുടെ ഒരു അനുഭാവമുണ്ട്. ആ അനുഭാവത്തിന് നേരെ മുഖം തിരിഞ്ഞു നിന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇടതനുഭാവികളെങ്കിലും ഈ ഇടതുപക്ഷത്തോട് ഇനിയൊന്ന് മാറി നിൽക്കട്ടെ, നിങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കട്ടെ എന്ന് തോന്നലിന് ഒരു കാരണം എന്നെനിക്ക് ഇതിനപ്പുറം ഇതാണ് പ്രധാന കാരണം. ഇനി വെൽഫെയർ പൊളിറ്റിക്സ്, ഇടതുപക്ഷം 2 സർക്കാരുകളും മുന്നോട്ട് വെച്ച ഒരു തിയറിയാണല്ലോ വെൽഫെയർ പൊളിറ്റിക്സ്. അതായത് ജനങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള അടിസ്ഥാന വിഷയങ്ങൾ കൂടുതലായി കൈമാറുക, അതിലൂടെ ജനശ്രദ്ധയെ ആകർഷിക്കുക, ജനങ്ങളുടെ ഒപ്പം നിർത്തുക എന്നൊരു തന്ത്രം നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് അതെല്ലാം സർക്കാരിൻ്റെ സേവനം കൊണ്ട് നല്ലതുണ്ട്. പക്ഷേ കിരൺ ഈ സൂചിപ്പിച്ച സമരങ്ങളോടുള്ള സമീപനം, മുഖ്യമന്ത്രിയുടെ പൊതുവേദികളിലെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, നടത്തുന്ന ചില പ്രസ്താവനകളുടെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായ ചില പ്രസ്താവനകൾ, ഇതൊക്കെയാണ് ജനം കൂടുതലായി ഓർത്തെടുത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത്. മറിച്ച് ക്ഷേമ പെൻഷനൊക്കെ ഞങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളോട് ഞങ്ങൾക്കുള്ള എതിർപ്പ് ഈ ഘടകങ്ങളിലാണ്. അപ്പോൾ നല്ലത് ചെയ്യുമ്പോഴും ഒരു മനുഷ്യന്, ഒരു വ്യക്തിയോട് എതിർപ്പുണ്ടാവണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണങ്ങളിൽ മുഖ്യമായി പറയാവുന്നതാണ് സർക്കാരിൻ്റെ ഈ ശൈലി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ MM മണി, മുൻ മന്ത്രിയായിരുന്ന MM മണി പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വാങ്ങി തിന്നിട്ട് കാണിച്ചു എന്നുള്ള MM മണിയുടെ പ്രയോഗത്തിൽ ചിലത് പറഞ്ഞത്. ജനത്തിന് ഏതെങ്കിലും സഹായം ചെയ്യുന്ന, ഇതൊക്കെ സഹായം ചെയ്യാനും ജനത്തിന് ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഏത് സർക്കാരിനെ ആയാലും ജനം തിരഞ്ഞെടുക്കുന്നത്. അവരെന്തെങ്കിലും സഹായം ചെയ്താൽ അത് നിങ്ങൾ വോട്ടിന് വേണ്ടിയാണ്, നിങ്ങൾ ആ സഹായം നിങ്ങൾക്ക് തന്നു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ഏതെങ്കിലും ഒരു ജനത്തോട് പറഞ്ഞാൽ സഹായം വാങ്ങുന്നവരടക്കം എല്ലാവർക്കും അഭിമാനമാണ് ഏറ്റവും വലുത്. ആ അഭിമാനത്തിന് മുകളിൽ ഉയർത്തിയൊരു ചോദ്യമായിരുന്നു. പക്ഷേ അതിനെ കൃത്യമായി തള്ളിപ്പറയാനോ, അല്ലെങ്കിൽ അത് തള്ളിപ്പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഒക്കെ, പക്ഷേ അത് അദ്ദേഹം ഒരു മയത്തിൽ തള്ളിപ്പറയേണ്ട സാഹചര്യത്തിൽ തള്ളിപ്പറഞ്ഞു എന്നപ്പുറത്തേക്ക് അത്
അതല്ല കേരളത്തിൻ്റെ അഭിപ്രായം, അതല്ല ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായം എന്ന നിലയിലേക്കൊന്നും എത്തിക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് ഇടതുപക്ഷ പലപ്പോഴും ഈ വിമർശനങ്ങളോടുള്ള സമീപനം ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്. ഇനി ആ ഭരണത്തിൽ ഇനിയിപ്പോൾ നാളെ മുതൽ ഭരണത്തിൽ വരുമ്പോഴേക്കും ഏറ്റവും ശക്തമായി വിമർശനം ഉന്നയിക്കുന്നത്. അങ്ങനെ വിമർശനം വേണം, അതായിരിക്കണം പ്രതിപക്ഷം, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ വിമർശനം ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇത്തരം വിമർശനം കേൾക്കുമ്പോൾ വിമർശിക്കുന്ന ആളുകളെല്ലാം വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ പ്രതിപക്ഷത്ത് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്നെ ഈ തരത്തിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉയർത്തിയത് ഇടതുപക്ഷത്തിൻ്റെ ഈ വിമർശനമാണ്. സതീശന് ഈ ഇത്ര പ്രാധാന്യം കൊടുത്തത്, സതീശൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തതും സതീശനെ ഒരു പ്രധാനപ്പെട്ട നേതാവായി ഉയർത്തിയതും ആ മട്ടിലാണ് കടന്നാക്രമണം നടത്തിയത്. അതൊക്കെയും യഥാർത്ഥത്തിൽ ഒരു ഇടത് സ്വഭാവത്തിൽ നിന്നുള്ളൊരു മാറ്റമാണ്. പിന്നെ വേറൊരു കാരണം, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന കാരണത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്ന് ഓർത്തു നോക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ ബദൽ രാഷ്ട്രീയം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികളാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അതായത് അതിൽ ഏറ്റവും ശക്തമായ ഒരു അജണ്ട വർഗീയതയ്ക്കെതിരായ നിലപാടുകളാണ്. അതാണല്ലോ എക്കാലവും. പക്ഷേ ഈ 5 വർഷവും ഈ സർക്കാർ പഴികേട്ടത് എന്തിലാണ്? വർഗീയ പ്രീണനം എന്ന വിഷയമാണ്. ഒരുപക്ഷെ അത് ബോധപൂർവമായി പ്രതിപക്ഷം ഉയർത്തിയതാണ്. പക്ഷേ അതിനെ തടയിടാൻ, അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. ബോധപൂർവമായി ഇപ്പം വെള്ളാപ്പള്ളി നടേശനാവാം ഒരുപക്ഷെ ഈ പരാജയത്തിൻ്റെ ഒരു പങ്ക് പറ്റേണ്ട ആൾ. കാരണം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അതിനെ കൈകാര്യം ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ വീഴ്ചകൾ, ഇതൊക്കെ പങ്കുപറ്റുന്ന ഒരു കാരണമായിട്ടുണ്ട്. ഒപ്പം ഒന്ന് ഓർത്തു നോക്കുക, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ശക്തിയായിട്ടാണ് BJPയുമായി CPMനുള്ള അലയൻസ് എന്ന വിഷയം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷം. ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ആ സ്വാധീനത്തിന് പ്രതിരോധം ഉയർത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറി. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ നടത്തിയ നീക്കങ്ങൾ അത് അമ്പേ പരാജയപ്പെട്ടു എന്നതാണല്ലോ ഈ ഫലം കൂടി തെളിയിക്കുന്നത്. സഹിത അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു തരത്തിൽ അത് ഇടതുപക്ഷം കൂടി പഠിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് വരുമ്പോൾ കേരളം പൂർണ്ണമായും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതും നിയമസഭയിലേക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ അത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും? ലോക്സഭയിലേക്ക് കേരളത്തിൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ BJPക്ക് 3 സീറ്റ് കിട്ടിയെങ്കിൽ പോലും കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷം മനസ്സ് എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ മനസ്സുള്ളവരാണ്. കേരളത്തിൽ ഹിന്ദു വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും ക്രിസ്ത്യൻ വിഭാഗത്തിലായാലും മുസ്ലിം വിഭാഗത്തിലായാലും എല്ലാം, അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു വിഭാഗത്തിൽ തന്നെയായിരിക്കും. ആ മനുഷ്യരെല്ലാവരും കേന്ദ്രത്തിൽ BJPയെ തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ശക്തിപ്പെടണം എന്നത് ആലോചിച്ചാണ് അവർ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ കോൺഗ്രസിന് അവിടെ കോൺഗ്രസ് ആണ് നല്ലത്, കേന്ദ്രത്തിൽ ഭരണം കിട്ടുമെന്നൊരു പ്രതീക്ഷയിലൊന്നും അല്ല. കോൺഗ്രസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ BJPയെ തടയാൻ കഴിയൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഉണ്ടായത്? ഈ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട് ഏറ്റവും വലിയ ആരോപണം BJPയുമായി ഡീൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. അത് PM ശ്രീ എന്ന് പറഞ്ഞ പദ്ധതി ഒപ്പിടുന്നു, മന്ത്രിസഭ പോലും അറിയാതെ ഒപ്പിടുന്നു. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ അറിഞ്ഞോ എന്ന് സംസ്ഥാന സെക്രട്ടറിയിലെ അംഗങ്ങൾക്ക് പോലും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പദ്ധതി ഒപ്പിടുന്നു. ആ പദ്ധതിയെ പിന്നീട് ന്യായീകരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു. CPI ഉറച്ച നിലപാടെടുത്തത് കൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങാൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു PM ശ്രീ കൂടെ ഒപ്പിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പരാജയം കുറെ കൂടി വലിയ പരാജയം തടഞ്ഞു നിർത്താൻ ഒരു ചെറിയ പങ്ക് ബിനോയ് വിശ്വത്തിനും CPIക്കൊക്കെ ഉണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. അത് തടഞ്ഞു നിർത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും UDF വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഇന്നും വി ഡി സതീശൻ അത് പറഞ്ഞു, ഞങ്ങൾ BJP ബന്ധമുണ്ട് എന്നുള്ളതും BJPയുമായി ഡീലുണ്ട് എന്നുള്ളതും ഞങ്ങൾ കൃത്യമായി തന്നെ ഉന്നയിച്ചതാണ്. പക്ഷേ അതിനെ ഡീൽ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, ഉണ്ടായാലും ഇല്ലെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ CPMന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടി. യെസ്, അത് വളരെ കൃത്യമാണ്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ സർക്കാരിൻ്റെ തുടർച്ചയില്ലാതാക്കി എന്നൊരു വിലയിരുത്തൽ കൂടി നമുക്ക് നടത്തേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.